കപ്പാസിറ്റർ ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ വൈദ്യുത ചാർജ് താൽക്കാലികമായി ശേഖരിച്ചു വെക്കാനുള്ള ഒരു ഘടകമാണ് കപ്പാസിറ്റർ. ഇതിനെ കണ്ടൻസർ എന്നും പറയാറുണ്ട്. ഒരു ചെറിയ റീചാർജ് ചെയ്യാവുന്ന ബാറ്ററി പോലെ ഇതിനെ കണക്കാക്കാം. പക്ഷേ ബാറ്ററിയിൽ നിന്ന് വ്യത്യസ്തമായി ഇത് ഊർജം വളരെ വേഗത്തിൽ സംഭരിക്കുകയും പുറത്തുവിടുകയും ചെയ്യുന്നു. കപ്പാസിറ്ററിന്റെ ഘടന. ഒരു കപ്പാസിറ്ററിന് പ്രധാനമായും 3 ഭാഗങ്ങളാണുള്ളത്. 1-2 ചാലക പ്ലേറ്റുകൾ, കണ്ടക്റ്റീവ് പ്ലേറ്റ്സ്. ഇവ സാധാരണയായി നേർത്ത ലോഹത്തകിടുകൾ കൊണ്ടോ ഫിലിം കൊണ്ടോ നിർമ്മിച്ചവയാണ്. 2. ഒരു ഡൈഇലക്ട്രിക് മെറ്റീരിയൽ. ഇത് ചാലക പ്ലേറ്റുകൾക്കിടയിൽ വെച്ചിരിക്കുന്ന ഒരു ഇൻസുലേറ്റിംഗ്, വൈദ്യുതി കടത്തിവിടാത്ത വസ്തുവാണ്. സാധാരണയായി വായു, പേപ്പർ, സെറാമിക്, പ്ലാസ്റ്റിക് ഫിലിം, ഗ്ലാസ്, മൈക്ക തുടങ്ങിയ വസ്തുക്കൾ ഡൈഇലക്ട്രിക്കായി ഉപയോഗിക്കുന്നു. കപ്പാസിറ്റർ പ്രവർത്തിക്കുന്ന രീതി. കപ്പാസിറ്റർ ചാർജ് ചെയ്യപ്പെടുന്നതും ഡിസ്ചാർജ് ചെയ്യപ്പെടുന്നതും എങ്ങനെയാണെന്ന് നോക്കാം. 1. ചാർജ് ചെയ്യൽ, ചാർജിംഗ്. ഒരു വോൾട്ടേജ് സ്രോതസ്, ഉദാഹരണത്തിന് ഒരു ബാറ്ററി, കപ്പാസിറ്ററിന്റെ ടെർമിനലുകളുമായി ബന്ധിപ്പിക്കുമ്പോൾ വോൾട്ടേജ് സ്രോതസ്സിന്റെ നെഗറ്റീവ് ടെർമിനലിൽ നിന്നുള്ള ഇലക്ട്രോണുകൾ കപ്പാസിറ്ററിന്റെ ഒരു പ്ലേറ്റിൽ അടിഞ്ഞുകൂടാൻ തുടങ്ങുന്നു. ഇത് ആ പ്ലേറ്റിനെ നെഗറ്റീവ് ചാർജ് ഉള്ളതാക്കുന്നു. ഇതേ സമയം വോൾട്ടേജ് സ്രോതസ്സിന്റെ പോസിറ്റീവ് ടെർമിനലുമായി ബന്ധിപ്പിച്ച മറുവശത്തെ പ്ലേറ്റിൽ നിന്ന് ഇലക്ട്രോണുകൾ ആകർഷിക്കപ്പെടുന്നു. ഇത് ആ പ്ലേറ്റിനെ പോസിറ്റീവ് ചാർജ് ഉള്ളതാക്കുന്നു. ഈ ചാർജുകൾ ഡൈഇലക്ട്രിക് മെറ്റീരിയലിലൂടെ ഒഴുകിപ്പോകില്ല, കാരണം അതൊരു ഇൻസുലേറ്ററാണ്. പ്ലേറ്റുകളുടെ പ്രതലങ്ങളിൽ ചാർജുകൾ അടിഞ്ഞുകൂടുക മാത്രമാണ് ചെയ്യുന്നത്. 2 പ്ലേറ്റുകളിലും വിപരീത ചാർജുകൾ അടിഞ്ഞുകൂടുമ്പോൾ അവയ്ക്കിടയിലുള്ള ഡൈഇലക്ട്രിക് മെറ്റീരിയലിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് രൂപപ്പെടുന്നു. ഈ ഇലക്ട്രിക് ഫീൽഡിലാണ് വൈദ്യുതോർജ്ജം സംഭരിക്കപ്പെടുന്നത്. കപ്പാസിറ്ററിലെ വോൾട്ടേജ്, പ്രയോഗിച്ച വോൾട്ടേജ് സ്രോതസ്സിന്റെ വോൾട്ടേജിന് തുല്യമാകുമ്പോൾ ചാർജിംഗ് നിർത്തുന്നു. അപ്പോൾ കപ്പാസിറ്റർ ചാർജ് ചെയ്തു എന്ന് പറയുന്നു. 2. ഡൈഇലക്ട്രിക്കിന്റെ പങ്ക്. ഡൈഇലക്ട്രിക് മെറ്റീരിയൽ കപ്പാസിറ്ററിന്റെ പ്രവർത്തനത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു. ഇൻസുലേഷൻ. ഇത് 2 പ്ലേറ്റുകളും തമ്മിൽ നേരിട്ട് ബന്ധപ്പെടുന്നത് തടയുന്നു. കപ്പാസിറ്റൻസ് വർദ്ധിപ്പിക്കുന്നു. ഡൈഇലക്ട്രിക് മെറ്റീരിയൽ ഇലക്ട്രിക് ഫീൽഡിനെ കുറയ്ക്കുന്നു. ഇത് ഒരേ വോൾട്ടേജിൽ കൂടുതൽ ചാർജ് സംഭരിക്കാൻ കപ്പാസിറ്ററിനെ സഹായിക്കുന്നു. ഈ ചാർജ് സംഭരിക്കാനുള്ള കഴിവിനെയാണ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത്. വോൾട്ടേജ് പ്രതിരോധം. കപ്പാസിറ്ററിന് തകരാർ സംഭവിക്കാതെ എത്ര പരമാവധി വോൾട്ടേജ് താങ്ങാൻ കഴിയും എന്ന് ഡൈഇലക്ട്രിക് മെറ്റീരിയൽ നിർണ്ണയിക്കുന്നു. 3. ഡിസ്ചാർജ് ചെയ്യൽ, ഡിസ്ചാർജിംഗ്. കപ്പാസിറ്റർ ചാർജ് ചെയ്തതിനു ശേഷം ഒരു ലോഡ്, ഉദാഹരണത്തിന് ഒരു റെസിസ്റ്റർ അല്ലെങ്കിൽ ഒരു LED ലൈറ്റ്, കപ്പാസിറ്ററിന്റെ ടെർമിനലുകളുമായി ബന്ധിപ്പിക്കുമ്പോൾ നെഗറ്റീവ് ചാർജുള്ള പ്ലേറ്റിലെ ഇലക്ട്രോണുകൾ ലോഡിലൂടെ പോസിറ്റീവ് ചാർജുള്ള പ്ലേറ്റിലേക്ക് ഒഴുകി ചാർജ് സമീകരിക്കാൻ ശ്രമിക്കുന്നു. ഈ കറന്റിന്റെ ഒഴുക്ക് കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യപ്പെടുന്നതിന് കാരണമാകുന്നു. സംഭരിച്ച ഊർജം ലോഡിന് ലഭ്യമാക്കുന്നു. 2 പ്ലേറ്റുകളിലെയും ചാർജുകൾ തുല്യമാകുമ്പോൾ ഡിസ്ചാർജിംഗ് നിർത്തുന്നു. കപ്പാസിറ്ററിന് കുറുകെയുള്ള വോൾട്ടേജ് 0 മാറുന്നു. പ്രധാന ആശയങ്ങൾ. കപ്പാസിറ്റൻസ്. ഒരു കപ്പാസിറ്ററിന് വൈദ്യുത ചാർജ് സംഭരിക്കാനുള്ള കഴിവ്. ഇത് എന്ന സൂത്രവാക്യം ഉപയോഗിച്ച് അളക്കുന്നു. ഇവിടെ Q എന്നത് ചാർജും V എന്നത് വോൾട്ടേജുമാണ്. കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് ഫാരഡ് ഓഫ് F ആണ്. സാധാരണയായി മൈക്രോ ഫാരഡ്, മൈക്രോ എഫ് പോലുള്ള ചെറിയ യൂണിറ്റുകളിലാണ് ഇത് അളക്കുന്നത്. ഊർജ്ജ സംഭരണം. ഒരു കപ്പാസിറ്ററിൽ സംഭരിക്കുന്ന ഊർജം E=1/2 CV⁻2 എന്ന സൂത്രവാക്യം ഉപയോഗിച്ച് കണ്ടെത്താം. ചുരുക്കത്തിൽ, ഒരു ഇലക്ട്രോണിക് കപ്പാസിറ്റർ എന്നത് 2 ചാലക പ്ലേറ്റുകൾക്കിടയിൽ ഒരു ഇൻസുലേറ്റിംഗ് ഡൈഇലക്ട്രിക് മെറ്റീരിയൽ ഉപയോഗിച്ച് വൈദ്യുത ചാർജുകൾ ശേഖരിക്കുകയും ഒരു ഇലക്ട്രിക് ഫീൽഡായി ഊർജം സംഭരിക്കുകയും ചെയ്യുന്ന ഒരു ഘടകമാണ്.